ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഒരുപാട് സഹായകമാകുന്ന ചില ഫ്രേസസ്, മാത്രമല്ല റിട്ടൺ ഇംഗ്ലീഷിൽ അറിഞ്ഞിരിക്കേണ്ടതായ ചില ഫ്രേസസ്, അത് എങ്ങനെയാണ് കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ പറയാറുള്ളതാണ്, അവൻ വളരെ മിടുക്കനായ ഒരു കുട്ടിയാണ് എന്ന് എനിക്കറിയാം. അവൻ ഇന്നലെ ക്ലാസ്സിൽ വരാതിരുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. അവൻ നാളെ വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അവൻ എവിടെ താമസിക്കുന്നു എന്ന് എനിക്കറിയാം. ഇങ്ങനെയൊക്കെ എത്രയോ കാര്യങ്ങൾ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ആവശ്യമായി വരാറുണ്ട്. ഇത്തരം സെൻറ്റൻസസ്, എനിക്കറിയാം, എനിക്കറിയില്ല എന്നൊക്കെ. ഇതൊക്കെ സംസാരിക്കുമ്പോൾ, ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണത് കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ ഉപയോഗിക്കേണ്ടി വരുന്നത് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഐ നോ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, അല്ലേ? ഇനി ഐ നോ കഴിഞ്ഞിട്ട് ദാറ്റ്, ഐ നോ ദാറ്റ് എന്ന് ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? ദാറ്റ് ഉപയോഗിക്കേണ്ടാത്തത് എപ്പോഴാണ്? ഐ നോ കഴിഞ്ഞിട്ട് WH വേർഡ്സ്, ഐ നോ ഹൂ, ഐ നോ ഹൂ, ഐ നോ വേർ എന്നൊക്കെ ഉപയോഗിക്കില്ലേ? ഐ നോ വൈ, ഐ നോ വാട്ട് എന്നൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നത് എപ്പോഴാണ്? അതൊക്കെ കറക്റ്റായിട്ട് എങ്ങനെ ഉപയോഗിക്കും? അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഐ നോ ദാറ്റ് എന്ന് ഉപയോഗിക്കുന്നത്. ഐ നോ ദാറ്റ് യു ആർ ഹാപ്പി. നിങ്ങൾ ഹാപ്പിയാണ് എന്ന് എനിക്കറിയാം. ഐ നോ ദാറ്റ് യു ആർ എ ഗുഡ് പേഴ്സൺ. നിങ്ങൾ വളരെ നല്ല ഒരാളാണ് എന്ന് എനിക്കറിയാം. I know that you are upset. I know that she is sad. അവൾ സങ്കടത്തിലാണെന്ന് എനിക്കറിയാം. I know that he is upset. അവൻ അപ്സെറ്റാണ് എന്നെനിക്കറിയാം. നോക്കൂ, I know കഴിഞ്ഞിട്ട് that. I know that she loves me. അവൾ എന്നെ ഇഷ്ടപ്പെടുന്നു എന്നെനിക്കറിയാം. I know that she doesn't hate me. അവൾ എന്നെ വെറുക്കുന്നില്ല എന്നെനിക്കറിയാം. എത്രയോ സെൻറ്റൻസുകളാണ് ഐ നോ ദാറ്റ് എന്നുപയോഗിച്ചുകൊണ്ട്. ഈ ഐ നോ ദാറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഈ ദാറ്റ് പലരും ഒഴിവാക്കാറുണ്ട്. അത് ഒഴിവാക്കുകയും ചെയ്യാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ റിട്ടൺ ഇംഗ്ലീഷിലാവുമ്പോൾ ദാറ്റ് ഉപയോഗിക്കണം. പലപ്പോഴും പല എക്സാംസിനൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും അത് ദാറ്റ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ല. ഐ നോ ദാറ്റ് എന്ന് ഉപയോഗിക്കണം. ഐ നോ ദാറ്റ് യു ആർ ഹാപ്പി എന്ന് പറയുമ്പോൾ ഐ നോ എന്നത് ഒരു സെൻറ്റൻസാണ്. അത് കഴിഞ്ഞിട്ട് ദാറ്റ്, ദാറ്റ് എന്നത് ഒരു കൺജങ്ഷനാണ്. അടുത്ത് വരുന്നത് യു ആർ ഹാപ്പി. ഐ നോ ദാറ്റ് യു ആർ ഹാപ്പി. യു ആർ ഹാപ്പി എന്നതും ഒരു സെൻറ്റൻസാണ്. ഇവിടെ രണ്ട് സെൻറ്റൻസുകൾ തമ്മിൽ കണക്ട് ചെയ്യുകയാണ് ദാറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദാറ്റ് അവിടെ കൺജങ്ഷനാണ്. അപ്പോൾ നമുക്ക് ഐ നോ ദാറ്റ് യു ആർ ഹാപ്പി എന്ന് പറയുമ്പോൾ അതൊരു യു ആർ ഹാപ്പി, അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ആദ്യം ഒരു സെൻറ്റൻസ് പറഞ്ഞു, പിന്നെ ദാറ്റ്, അത് കഴിഞ്ഞ് വേറൊരു സെൻറ്റൻസ് പറയുന്നു. അത് നമുക്ക് പോസിറ്റീവ് സെൻറ്റൻസ് ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് സെൻറ്റൻസും ആവാം. ഐ നോ ദാറ്റ് യു ആർ നോട്ട് ഹാപ്പി എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് സെൻറ്റൻസ് ആയി. അപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസും പോസിറ്റീവ് സെൻറ്റൻസും ഒക്കെ ഉപയോഗിക്കാം. ഐ നോ ദാറ്റ് ഹീ നോസ് ഇംഗ്ലീഷ്. അവന് ഇംഗ്ലീഷ് അറിയാം എന്ന് എനിക്കറിയാം. ഐ നോ ദാറ്റ് ഹീ നോസ് ഇംഗ്ലീഷ്. ഇനി ഐ നോ ദാറ്റ് ഷീ ഡസൻറ്റ് നോ ഇംഗ്ലീഷ് എന്നാണെങ്കിലോ, അവൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് എനിക്കറിയാം. ഷീ ഡസൻറ്റ് നോ, അവിടെ നെഗറ്റീവ് സെൻറ്റൻസായി. ഐ നോ എന്ന് പറയുമ്പോൾ അതൊരു സെൻറ്റൻസാണ്. അത് കഴിഞ്ഞാൽ ദാറ്റ് യു ആർ ഹാപ്പി, ദാറ്റ് യു ആർ ഹാപ്പി എന്നതിന് നമുക്ക് ഒരു ക്ലോസ് ആണെന്ന് പറയാം. ദാറ്റ് യു ആർ ഹാപ്പി, അത് ഒരു നൗൺ ക്ലോസ് ആണ്. അപ്പോൾ ഐ നോ ദാറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പോസിറ്റീവ് സെൻറ്റൻസ് ഉപയോഗിക്കാം, നെഗറ്റീവ് സെൻറ്റൻസും ഉപയോഗിക്കാം. പക്ഷേ നമുക്ക് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ഉപയോഗിക്കാൻ പാടില്ല. ക്വസ്റ്റ്യൻ ഫോമിലുള്ള ഒരു സെൻറ്റൻസ് അവിടെ ഉപയോഗിക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആരാണ് എന്ന് എനിക്കറിയാം. അതെങ്ങനെ പറയും? ഐ നോ ദാറ്റ് ഹു ആർ യു എന്ന് ചോദിച്ചാൽ അതൊരു റോങ് സെൻറ്റൻസ് ആണ്. ഐ നോ ദാറ്റ് ഹൂ യു ആർ എന്ന് ചോദിച്ചാലും അത് റോങ് സെൻറ്റൻസ് ആണ്. ചോദിക്കേണ്ടത് ഐ നോ ഹൂ യു ആർ. കാരണം ദാറ്റ് എന്ന ഒരു കൺജങ്ഷൻ അവിടെ ഉപയോഗിക്കേണ്ട കാര്യം ഇല്ല. ഹൂ എന്നത് അവിടെ ഒരു WH വേർഡാണ്. അതവിടെ ഒരു കൺജങ്ഷനായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ വേറെ ഒരു കൺജങ്ഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഐ നോ ഹൂ യു ആർ, അവിടെ ദാറ്റ് ഉപയോഗിക്കാൻ പാടില്ല.
ഹൂ കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് യു, സബ്ജക്റ്റാണ് ഉപയോഗിക്കേണ്ടത്. കാരണം ഹൂ യു ആർ എന്നത് ഒരു ക്ലോസ് ആണ്. ഐ നോ ഹൂ ആർ യു എന്ന് ചോദിച്ചാൽ അത് റോങ് സെൻറ്റൻസ് ആവും. ഐ നോ ഹൂ യു ആർ. ഐ നോ ഹൂ ഹീ ഈസ്. അവൻ ആരാണ് എന്നെനിക്കറിയാം. ഐ നോ ഹൂ ദേ ആർ. അവർ ആരാണ് എന്നെനിക്കറിയാം. അപ്പോൾ WH വേർഡിന് ഒരു ക്വസ്റ്റ്യൻ വേർഡാകാൻ പറ്റും, അതുപോലെ തന്നെ ഒരു കൺജങ്ഷൻ ആകാനും സാധിക്കും. ഹൂ യു ആർ എന്ന് ചോദിക്കുമ്പോൾ ഹൂ എന്നതവിടെ കൺജങ്ഷനാണ്. നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. അതെങ്ങനെ പറയും? ഐ ഡോണ്ട് നോ. എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. വാട്ട് യു ആർ ഡൂയിങ്. ഐ ഡോണ്ട് നോ വാട്ട് യു ആർ ഡൂയിങ്. വാട്ട് അവിടെ ഒരു കൺജങ്ഷൻ ഉള്ളതുകൊണ്ട് ഐ ഡോണ്ട് നോ ദാറ്റ് എന്ന് ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല. ഐ ഡോണ്ട് നോ വാട്ട് യു ആർ ഡൂയിങ്. വാട്ട് കഴിഞ്ഞിട്ട് യു, സബ്ജക്റ്റാണ് ഉപയോഗിക്കേണ്ടത്. വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിച്ചാൽ അത് റോങ് ആണ്. പക്ഷേ ഒരുപാട് പേർ അത് മിസ്റ്റേക്ക് വരുത്താറുണ്ട്. ഈ ഒരു ഭാഗം പറയുമ്പോൾ വാട്ട് ആർ യു ഡൂയിങ് എന്ന് അവിടെ പറയാൻ പാടില്ല. വാട്ട് യു ആർ ഡൂയിങ് എന്നാണ് പറയേണ്ടത്. എവിടെയാണ് സൈന താമസിക്കുന്നത് എന്ന് എനിക്കറിയണമെന്ന് ആഗ്രഹമില്ല എന്നാണെങ്കിലോ, ഐ ഡോണ്ട് വാണ്ട് ടു നോ വേർ സൈന ലിവ്സ്. നോക്കൂ, ഐ ഡോണ്ട് വാണ്ട് ടു നോ അത് കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ടത് വേർ സൈന ലിവ്സ്. വേർ കഴിഞ്ഞിട്ട് സൈന എന്ന സബ്ജക്റ്റ് ഉപയോഗിച്ചു. എന്തിനാണ് അവൾ ഇവിടെ വന്നത് എന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് എന്നാണെങ്കിലോ, ഐ വാണ്ട് ടു നോ. എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. ഐ വാണ്ട് ടു നോ വൈ ഷീ കെയിം ഹിയർ. വൈ ഷീ കെയിം ഹിയർ. അവൾ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. വൈ എന്നാൽ ഒരു ക്വസ്റ്റ്യൻ വേർഡാണ്. WH വേർഡ് ഉപയോഗിച്ചു അവിടെ. ഐ വാണ്ട് ടു നോ ഹൂ ഷീ ഈസ്. അവൾ ആരാണ് എന്ന് അറിയാൻ എനിക്ക് ആഗ്രഹം ഉണ്ട്. ഐ വാണ്ട് ടു നോ ഹൂ ഷീ ഈസ്. അപ്പോൾ ഐ നോ കഴിഞ്ഞിട്ട് WH വേർഡ് ഉപയോഗിക്കുന്നത് എങ്ങനെ എന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തത് ഐ ഡോണ്ട് നോ വെദർ ഓർ നോട്ട്. ഇത് ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു സംശയം ഉണ്ടാവുമ്പോഴാണ്. അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന ഒരു സംശയം വരില്ലേ ചില കാര്യങ്ങളിലൊക്കെ, അപ്പോഴാണ് നമ്മൾ വെദർ ഉപയോഗിക്കുന്നത്. ഐ ഡോണ്ട് നോ വെദർ ഓർ നോട്ട്. അവൾ ഇവിടെ വരുമോ ഇല്ലയോ എന്നെനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വെദർ ഷീ വിൽ കം ഹിയർ ഓർ നോട്ട്. ഷീ വിൽ കം ഹിയർ ഓർ നോട്ട്. വെദർ കഴിഞ്ഞിട്ട് ഷീ, സബ്ജക്റ്റ്. ഷീ വിൽ കം ഹിയർ ഓർ നോട്ട്. അവൾ ഇവിടെ വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇനി വേറൊരു സെൻറ്റൻസ് പറയാം. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ. ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ. വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ. ഇവിടെ ഒരു സബ്ജക്റ്റ് നമ്മൾ പറയുന്നില്ല. ഐ ഡോണ്ട് നോ വാട്ട്. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ എന്നാണ്. കാരണം അവിടെ വാട്ട് ഈസ് ഗോയിങ് ഓൺ എന്നാണ് അവിടെ പറയുന്നത്. അവിടെ നമ്മളൊരു സബ്ജക്റ്റ് ഉപയോഗിക്കുന്നില്ല. കാരണം അവിടെ ഒരു സബ്ജക്റ്റ് ഇല്ല. അപ്പോൾ വാട്ട് ഈസ് ഗോയിങ് ഓൺ എന്ന് തന്നെ ഉപയോഗിക്കാം. ഹെൽപ്പിംഗ് വേർബ് അവിടെ ഉപയോഗിച്ചു. വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ. WH വേർഡ് കഴിഞ്ഞിട്ട് പിന്നീട് അവിടെ ഒരു ഹെൽപ്പിംഗ് വേർബ് തന്നെ, ആ ക്വസ്റ്റ്യൻ ഫോം തന്നെ അവിടെ ഉപയോഗിച്ചു. വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ. വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ. അവിടെ ആ സെൻറ്റൻസിൽ സബ്ജക്റ്റ് ഇല്ല. അതുകൊണ്ടാണ്. ആരാണ് എന്നെ വെറുക്കുന്നത് എന്നെനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഹൂ ഹെയ്റ്റ്സ് മീ. നോക്കൂ, ഹൂ ഹെയ്റ്റ്സ് മീ. ഹൂ എന്നത് കഴിഞ്ഞ് വേർബ് ഉപയോഗിച്ചു അവിടെ ഡയറക്റ്റ്ലി. അതായത് ഹൂ എന്ന ആ ഒരു വേർഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിച്ചത് ഹെയ്റ്റ്സ്. വേർബ് തന്നെയാണ് അവിടെ ഉപയോഗിച്ചത്. അവിടെ വേറൊരു സബ്ജക്റ്റ് ഇല്ല. അതേസമയം ഐ ഡോണ്ട് നോ വൈ നീത ഹെയ്റ്റ്സ് മീ. നോക്കൂ, വൈ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ഉപയോഗിച്ചു. അവിടെ നീത എന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് സബ്ജക്റ്റ് വെച്ചത്. ഐ ഡോണ്ട് നോ വൈ നീത ഹെയ്റ്റ്സ് മീ. എന്തുകൊണ്ടാണ് നീത എന്നെ വെറുക്കുന്നത് എന്നെനിക്കറിയില്ല. അപ്പോൾ സബ്ജക്റ്റ് ഉള്ളത് കൊണ്ട് അവിടെ സബ്ജക്റ്റ് വെച്ചു. സബ്ജക്റ്റ് ഇല്ലാത്തപ്പോഴാണ് നമ്മൾ ഹൂ ഹെയ്റ്റ്സ് മീ എന്ന് ഡയറക്റ്റായിട്ട് ഉപയോഗിച്ചത്. ഇനി നമുക്ക് കുറച്ച് പ്രാക്ടീസ് സെൻറ്റൻസസ് നോക്കാം. സൈന എന്നെ സ്നേഹിക്കുന്നു എന്നെനിക്കറിയാം. ഐ നോ ദാറ്റ് സൈന ലവ്സ് മീ.
നോക്കൂ, ദാറ്റ് ഉപയോഗിച്ചു. ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ് അവിടെ. ഐ നോ ദാറ്റ് സൈന ലവ്സ് മീ. മോഹൻ എന്നെ വെറുക്കുന്നില്ല എന്നെനിക്കറിയാം. ഐ നോ ദാറ്റ് മോഹൻ ഡസൻറ്റ് ഹെയ്റ്റ് മീ. ദാറ്റ് ഉപയോഗിച്ചു. ഐ നോ ദാറ്റ്. മോഹൻ എവിടെ താമസിക്കുന്നു എന്നെനിക്കറിയാം. എവിടെ താമസിക്കുന്നു എന്നെനിക്കറിയാം. ഐ നോ വേർ മോഹൻ ലിവ്സ്. നോക്കൂ, വേർ എന്ന ഒരു കൺജങ്ഷൻ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ദാറ്റ് ആവശ്യമില്ല. ഐ നോ വേർ മോഹൻ ലിവ്സ്. മോഹൻ ഇവിടെ താമസിക്കുന്നു എന്നെനിക്കറിയാം. മോഹൻ ഇവിടെ താമസിക്കുന്നു എന്നെനിക്കറിയാം. ഐ നോ ദാറ്റ് മോഹൻ ലിവ്സ് ഹിയർ. അവിടെ ദാറ്റ് ഉപയോഗിച്ചു. അത് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. മോഹൻ ലിവ്സ് ഹിയർ എന്നതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അതുകൊണ്ട് ഐ നോ ദാറ്റ് മോഹൻ ലിവ്സ് ഹിയർ. ഐ നോ ദാറ്റ് മോഹൻ ലിവ്സ് ഹിയർ. ഐ നോ ദാറ്റ് മോഹൻ ഡസൻറ്റ് ലിവ് ഹിയർ. ദാറ്റ് ഉപയോഗിച്ചു. ഐ നോ വേർ മോഹൻ ലിവ്സ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ദാറ്റ് ആവശ്യമില്ല. ലൈല എന്നെ ഇഷ്ടപ്പെടുന്നു എന്നെനിക്കറിയാം. ഐ നോ ദാറ്റ് ലൈല ലവ്സ് മീ. റീന എന്നെ വെറുക്കുന്നില്ല എന്നെനിക്കറിയാം. ഐ നോ ദാറ്റ് റീന ഡസൻറ്റ് ഹെയ്റ്റ് മീ. ഗീത എന്തുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നു എന്നെനിക്ക് അറിയാം. ഐ നോ വൈ ഗീത ലവ്സ് മീ. ഗീത അവിടെ പോകാറുണ്ടോ ഇല്ലയോ എന്നെനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വെദർ ഗീത ഗോസ് ദർ ഓർ നോട്ട്. അവൻ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെനിക്കറിയാം. ഐ നോ ദാറ്റ് ഹീ ഈസ് വെയിറ്റിംഗ് ഹിയർ. അവൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല എന്നെനിക്കറിയാം. ഐ നോ ദാറ്റ് ഹീ ഈസ് നോട്ട് ഡ്രൈവിംഗ്. അവൻ എന്തുകൊണ്ടാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് എന്നെനിക്കറിയാം. ഐ നോ വൈ ഹീ ഈസ് വെയിറ്റിംഗ് ഹിയർ. അവൻ നിങ്ങളെ മീറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നെനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വെദർ ഹീ വിൽ മീറ്റ് യു ഓർ നോട്ട്. അപ്പോൾ ഇന്നത്തെ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുന്നു.